നമസ്കാരം. കോഴിക്കോട് ഇരിട്ടി വാണിയപ്പാറത്തട്ട് ഉണ്ണിമിശിഹ പള്ളി സെമിത്തേരിയിലെ കല്ലറ തുറന്നതോടെ പായയിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് മൃതദേഹമല്ലെന്ന് വ്യക്തമായി. വിലങ്ങാട് സ്വദേശി സിജോസ് കറിയയുടെ മൃതദേഹമാണോ അത് എന്ന സംശയം ബന്ധുക്കൾ ഉയർത്തിയിരുന്നു. എന്നാൽ ഇതിൽ മൃതദേഹമില്ലെന്നും കല്ലറയിൽ കണ്ട പായ നേരത്തെ അടക്കം ചെയ്ത മൃതദേഹത്തിന്റെ പെട്ടിക്കുള്ളിൽ നിന്നും പുറത്തേക്ക് വന്നതാണെന്ന നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയത്. പായയിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് മൃതദേഹമാണോ എന്ന കാര്യത്തിലുള്ള ആശങ്ക നീങ്ങിയെങ്കിലും കാണാതായ സിജോസ് കറിയയ്ക്ക് എന്തു സംഭവിച്ചു എന്നതിലുള്ള അവ്യക്തത തുടരുകയുമാണ്. കഴിഞ്ഞയാഴ്ച മറ്റൊരു മൃതദേഹം സംസ്കരിക്കാൻ 38 നമ്പർ കല്ലറ തുറന്നപ്പോഴാണ് പെട്ടിക്ക് പുറത്ത് അസ്വാഭാവികമായ രീതിയിൽ ഒരു പായ കണ്ടത്. സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ 2 മൃതദേഹങ്ങൾ മാത്രമായിരുന്നു കല്ലറയിൽ അടക്കം ചെയ്തിരുന്നത്. തുടർന്നാണ് ദുരൂഹത നീക്കുവാൻ പള്ളി അധികൃതർ അന്വേഷണം ആവശ്യപ്പെട്ടത്. അതോടെ RDOയുടെ നേതൃത്വത്തിലാണ് കല്ലറ തുറന്ന് പരിശോധന നടത്തിയത്. ക്രിസ്ത്യൻ ആചാരപ്രകാരം പായയിൽ പൊതിഞ്ഞ രീതിയിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കാറില്ല. അതുകൊണ്ടാണ് പള്ളി അധികൃതർ പോലീസിനെ വിവരമറിയിച്ചത്. ഈ കല്ലറയിൽ അടക്കം ചെയ്തവരുടെ പട്ടിക പരിശോധിച്ചപ്പോൾ പായയിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയ നിലയിലുള്ള വസ്തുവിന്റെ സൂചനകളൊന്നും ലഭിച്ചില്ല. ഇതോടെയാണ് രണ്ടാമതും അന്വേഷണം ശക്തമാക്കിയത്. 2006-ലും 2015-ലുമാണ് ഈ കല്ലറയിൽ മറ്റ് 2 സംസ്കാരങ്ങൾ നടന്നത്. 2006-ൽ കല്ലറയിൽ സംസ്കരിച്ച ആളുടെ കുടുംബങ്ങൾ ഇടവകയിലെ താമസക്കാരായിരുന്നു. ഇവരുടെ പക്കൽ ഫോട്ടോയുമുണ്ട്. 2015-ൽ കല്ലറയിൽ അടക്കം ചെയ്തവരുടെ കുടുംബങ്ങൾ വാണിയപ്പാറത്തട്ട് ഇടവക വിട്ട് പേരാവൂർ ഈരായിക്കൊല്ലിയിലേക്ക് താമസം മാറ്റിയിരുന്നു. ഈ കുടുംബത്തിലെ ജെയിംസിന്റെ മൃതദേഹമാണ് കല്ലറയിൽ രണ്ടാമതായി സംസ്കരിച്ചത്. ജെയിംസിന്റെ ഭാര്യയെ സെമിത്തേരിയിലെത്തിച്ച് പോലീസ് കല്ലറ ഇതുതന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. പായയിലെ മൃതദേഹത്തിന്റെ ദുരൂഹത നീങ്ങിയെങ്കിലും സിജോസ് കറിയയുടെ തിരോധാനമാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയാവുന്നത്. 2014 അവസാനത്തോടെ സിജോ അച്ഛനും അമ്മയുമായി പിണങ്ങി ഭാര്യയെയും കുഞ്ഞിനെയും കൂട്ടി വാണിയപ്പാറ തട്ടിലുള്ള ഭാര്യ വീട്ടിലേക്ക് താമസം മാറ്റിയിരുന്നു. അതിനുശേഷം സ്വന്തം കുടുംബക്കാരുമായി സിജോ ബന്ധപ്പെട്ടിരുന്നില്ല. കാണാതായ അന്ന് രാത്രി ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ഇരിട്ടിയിലാണ് ഉള്ളതെന്നും പിറ്റേ ദിവസം എത്തുമെന്നും ഭാര്യയെ അറിയിച്ചെങ്കിലും പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിലായിരുന്നു. എന്നാൽ ഇവർ പോലീസിൽ പരാതി നൽകിയില്ല. പോലീസിൽ പരാതി നൽകിയത് 2021-ലാണ്. സിജോ സ്വന്തം വീട്ടിലാണെന്ന് ഭാര്യ വീട്ടിലാണെന്ന് സ്വന്തം വീട്ടുകാരും കരുതി. സിജോയുടെ ബന്ധുക്കളിൽ ചിലർ വാണിയപ്പാറയിലെത്തിയോടെ 2 വീട്ടിലും സിജോ ഇല്ലെന്ന വിവരവും ലഭിച്ചു. ഇതേ തുടർന്നായിരുന്നു കുറ്റ്യാടി പോലീസിൽ കുടുംബം പരാതി നൽകിയത്. എന്നാൽ ഈ അന്വേഷണം മുന്നോട്ട് പോയതുമില്ല. ഇപ്പോൾ സിജോയുടെ ദുരൂഹമായ കാണാതാകലാണ് വീണ്ടും ചർച്ചയാകുന്നത്.